അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ദൈവത്തിന്റെ അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച നല്ല ഭൂമിയെ ഇരുട്ട് വന്നിട്ട് പാഴും ശൂന്യമാക്കി തീർത്തു. ഇരുട്ടിന്റെ ആവാസകേന്ദ്രം എവിടെയാണ്? ആഴം അല്ലെങ്കിൽ സമുദ്രം. ഇങ്ങനെ ഒരു കാര്യം നടന്നപ്പോൾ ദൈവത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? ദൈവത്തിന്റെ പ്രതികരണം ഇതിനെ ഉപേക്ഷിച്ച് കളയാന്നുള്ളതല്ലായിരുന്നു. വേണമെങ്കിൽ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ദൈവം സകലത്തെയും വിളിച്ചു വരുത്തത് ഇല്ലായ്മയിൽ നിന്ന് ഒരു വാക്കിനാൽ വിളിച്ചു വരുത്തുകയാണ്. ജസ്റ്റ് വൺ വേർഡ് ആൻഡ് ദാറ്റ് വാസ് ദേർ. ലെറ്റ് ദർ ബി ലൈറ്റ് ആൻഡ് ദർ വാസ് ലൈറ്റ്. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച് വെളിച്ചം ഉണ്ടായി. ഭൂമി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചാൽ എന്തുണ്ടാകും? ഭൂമി ഉണ്ടാകും. ആകെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അവൻ അങ്ങനെ ഒറ്റ വാക്കുകൊണ്ട് പറയാതെ ഉണ്ടാക്കിയത്. എന്താണ്? മനുഷ്യനെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒരു ഭൂമിയെ കൂടെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് വലിയ എഫേർട്ടൊന്നും ആവശ്യമില്ല. ഉണ്ടോ? ഒരു വാക്ക്. പക്ഷേ ദൈവത്തിന്റെ സ്വഭാവം അതല്ല. നമ്മുടെയൊക്കെ സ്വഭാവം അതാണ്. ഇപ്പൊ നമുക്കൊരു കാറുണ്ടെങ്കിൽ നാച്ചുറലി അത് ഇടിച്ചു തകർന്നു പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെങ്കിലുമൊക്കെ അത് ഇൻഷുറൻസ് ഇല്ലെങ്കിൽ, ഇപ്പൊ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണല്ലോ, സപ്പോസ് ഇൻഷുറൻസ് ഇല്ലാതെ നിങ്ങളുടെ കാർ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നാച്ചുറലി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ടേക്ക് ഇറ്റ് ടു ദി വർക്ക്ഷോപ്പ് അല്ലേ? നമ്മുടെ നാട്ടിലെ കാര്യം പറയും, ഇവിടെ നടക്കത്തില്ല. അവിടെ ഇൻഷുറൻസ് ഇല്ലാത്ത ഒരു ഇൻഷുറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ ഇൻഷുറൻസ് ഇല്ലെന്ന് വെച്ചു, കോംപ്രിഹെൻസീവ് ഇൻഷുറൻസ് ഇല്ലാത്ത വണ്ടി അത് ഇടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും? നമ്മൾ നാച്ചുറലി അവിടെ കൊണ്ടുപോയി വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അതെങ്ങനെ പണിയിച്ച്. കാര്യം നമുക്ക് വേറെ മാർഗമൊന്നും ഇല്ല. എന്നാൽ അതേസമയം ഷെയ്ഖ് മുഹമ്മദിന്റെ അല്ലെങ്കിൽ ഇവിടുത്തെ ഷെയ്ഖിന്റെ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാർ ഇടിച്ചു കഴിഞ്ഞാൽ പുള്ളി പിറ്റേ ദിവസം വണ്ടി ഇങ്ങോട്ട് വർക്ക്ഷോപ്പിൽ പോയി ഇതിലും കൂടെ പണിയിച്ചുകൊണ്ട് വേർത്ത് കുളിച്ച് അവിടെ നിൽക്കും. നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഇല്ല. ഹി വിൽ ബൈ അനദർ കാർ. ബൈ എന്ന് പറയണ്ടല്ലോ. ഇൻ ഫ്യൂ സെക്കൻഡ്സ് ദർ ബി അനദർ കാർ അല്ലേ? അവിടെ അയാളുടെ കാറ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് മോഡൽ വേറൊരു കാർ അവിടെ ഇൻ ഫ്യൂ മിനിറ്റ്സ് അവിടെ വന്നിരിക്കും അല്ലേ? ആൻഡ് ഹി ക്യാൻ. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ ഈ പാഴും ശൂന്യമായി തീർന്ന ഭൂമിയെ വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? കളഞ്ഞേച്ച് ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാമായിരുന്നു? വേറൊരു ഭൂമിയെ വിളിച്ചു വരുത്താമായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ സ്വഭാവമാണ് ഇവിടെ. ദൈവത്തിന്റെ വെളിപ്പാട് ഞാൻ പറഞ്ഞത്, ദ യുണീക്നെസ് ഓഫ് ഗാഡ്. ദൈവം പറയുന്നത്, നോ, ഐ എം ഗോയിങ് ടു റീബിൽഡ് ഇറ്റ്. I have a burden for the perish and the void and shapeless earth. അത് ആഴത്തിൽ നിന്ന് ഇരുൾ വന്നിട്ട് ഇതിനെല്ലാം നശിപ്പിച്ചു കളഞ്ഞാലും എനിക്ക് അതിനെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സില്ല. ദൈവത്തിന്റെ പ്രത്യേകത ഏതാ? ഗോഡ് നെവർ അബാൻഡൻ. ഗോഡ് ഈസ് കൺസേൺഡ്. ഗോഡ് ഈസ് കൺസേൺഡ് അല്ലേ? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഈ പഴയ ബിൽഡിംഗ്സ് എല്ലാം അബാൻഡൻ ചെയ്യും. അബാൻഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ദിവത്തെ കാശ് മുടക്കാൻ ഞങ്ങളില്ല എന്നാണ് റെയിൽവേ പറയുന്നത്. അകത്തുനിന്നൊരു ഇഷ്ടി ആരെങ്കിലും പൊട്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആരും മൈൻഡ് ചെയ്യത്തൊന്നുമില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അബാൻഡൻ. എന്നാൽ ദൈവം തന്റെ സൃഷ്ടികളിൽ ഒന്നിനെ പോലും അബാൻഡൻ ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾക്കിപ്പോ ഇവിടെ കിടന്നേനെ അല്ലേ? ഇല്ലേ? ഭൂമി പാഴും ശൂന്യമായതുപോലെ നമ്മളെല്ലാം പിശാചിന്റെ പ്രവർത്തനത്താൽ, ഇരുളിന്റെ പ്രവർത്തനത്താൽ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം പാളിച്ചകൾ ഉണ്ടായി. പക്ഷെ ദൈവം നമ്മളെ എന്ത് ചെയ്തിട്ടില്ല? ഉപേക്ഷിച്ചിട്ടില്ല. അവൻ പൊക്കോട്ടെ. നാട്ടുകാരൊക്കെ പറയുമായിരിക്കും, അവനെ കൊണ്ട് ഇനി ഒന്നും കൊള്ളത്തില്ല, ലീവ് ഹിം അല്ലേ? എത്രയോ പ്രാവശ്യം നാട്ടുകാരെ തന്നെയല്ല, സ്വന്തം വീട്ടുകാരും ഭാര്യ ഭർത്താവിനെ കുറിച്ചും, ഭർത്താവ് ഭാര്യയെ കുറിച്ചും, മക്കൾ അപ്പനെ കുറിച്ചും, അപ്പൻ മക്കളെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യമാണ്. എന്താണ്? ഇനിയിപ്പം ലീവ് വിട്ടേരെ അല്ലേ? പക്ഷെ ദൈവം ഒരിക്കലും പറയത്തില്ല അത്. ഗോഡ് നെവർ അബാൻഡൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഗോഡ് നെവർ അബാൻഡൻ. ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഡിവൈൻ സിനഡ് കൂടുകയാണ്. ദൈവം ഒരു ഡിവൈൻ സെന്റർ കൂടിയാണ്. ഡിവൈൻ സെന്റർ ഞാൻ പറയാൻ കാര്യം എന്താണ്? ഈസ് എ ട്രൈയൂൺ ഗോഡ്. ട്രിനിറ്റിയിലെ 3 പേരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു, നമ്മൾ സൃഷ്ടിച്ച ആ മനോഹരമായ പാർപ്പിന് വേണ്ടി ഉണ്ടാക്കിയ ഭൂമി ഇതാ പാഴും ശൂന്യവും ആയി തീർന്നിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യണം? വാട്ട് ക്യാൻ ബി ഡു? എന്താ ചെയ്യാൻ പറ്റുന്നത്? ഉടനെ ഹോളി ട്രിനിറ്റിയിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ട്രിനിറ്റി പറഞ്ഞു, ഞാൻ ഭാവനയിൽ കാണുക. ഭാവനയിൽ കാണുന്ന പറഞ്ഞാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻഡ് ഇൻ ഫാക്ട്. അതിന്റെ ഡീറ്റെയിൽസിലൊക്കെ എനിക്ക് എന്റെ മാനുഷിക ഭാവന ഞാൻ പറയാണ്. ഹോളി ട്രിനിറ്റിയിൽ നിന്ന് ഹോളി സ്പിരിറ്റ് ട്രിനിറ്റി പറഞ്ഞു, നമ്മൾ ഒരിക്കലും ഇത് ഉപേക്ഷിക്കാനായിട്ട് പാടില്ല. We will never abandon. And that is not our nature. That is not our character. That's not we. അത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളല്ല. We cannot deny ourselves. ഇല്ലേ? തിമോത്തിയോസിന്റെ ലേഖനത്തിൽ 2 തിമോത്തിയോസ് 2:11 കർത്താവ് പറയുന്ന ഒരു കാര്യം, പൗലോസ് പറയുന്ന അന്നത്തെ കാലത്തെ ഒരു സോങ് ആണ്. എന്താണ്? സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും ഇല്ലേ? നമ്മൾ അവനെ തള്ളി പറഞ്ഞ അവൻ നമ്മളെയും തള്ളി പറയും. നമ്മൾ അവിശ്വസ്തനായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. അവന് തന്റെ സ്വഭാവം ത്യജിക്കാൻ കഴിയത്തില്ലല്ലോ ഇല്ലേ? ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ പ്രതികരണം അനുസരിച്ച് ദൈവം ഇടപെട്ട് കഴിഞ്ഞാലും അവന്റെ സ്വഭാവം ത്യജിക്കാൻ അവന് കഴിയത്തില്ല. ഹി കനോട്ട് ഡിനൈ ഹിംസെൽഫ്. അവന്റെ ഹോളി സ്പിരിറ്റ് പറയാണ്, നോ, വി കനോട്ട് ഡിനൈ അവർ സെൽഫ്. സോ വാട്ട് വി വിൽ ഡു? ഐ വിൽ ഗോ ഡൗൺ, ഐ വിൽ മാനേജ്. ഞാനത് ചെയ്യാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. പ്രിയമുള്ളവരെ, വേദസം വായിക്കുമ്പോൾ ഈ ദൈവാത്മാവിന്റെ പ്രവർത്തനങ്ങളുടെ ഓരോ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയം ത്രസിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതത്തിൽ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ
പ്രീ ഹിസ്റ്റോറിക് ആക്ട് ആയിട്ട് നമ്മൾ കാണരുത്. ദിസ് ഇസ് എക്സാക്ട്ലി ഹാപ്പനിങ് വെൻ വി മേക്ക് എ മിസ്റ്റേക്ക് ആൻഡ് വി ബിക്കം void and shapeless. The Holy Spirit never abandon us. The Holy Spirit says, I will never abandon my child. Even though he is gone astray, even though he is rebellious, I will go down and I will move over my child. എന്റെ മകന്റെ മേൽ അല്ലെങ്കിൽ എന്റെ മകളുടെ മേൽ ഞാൻ പരിവർത്തിച്ച് അവനെ ശരിയാക്കും എന്നാണ് പറയുന്നത്. ദൈവത്തെക്കുറിച്ചുള്ള ആ യുണീക്നെസ് 1-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം പ്രവർത്തനനിരതനായി, ഈസ് ആൻ ആക്റ്റീവ് ഗോഡ്. പ്രവർത്തനനിരതനായ ദൈവമാണ്. അവൻ സൃഷ്ടിക്കുന്നവനായ ദൈവമാണ്. ദൈവം തന്റെ സൃഷ്ടിയെക്കുറിച്ച് വളരെയേറെ കരുതലുള്ളവനാണ്. ദൈവം ഒരിക്കലും ഉപേക്ഷിച്ച് കളയുന്നവനല്ല. He came down. The Holy Spirit came down to this world. ലോകത്തിലേക്ക് വന്നു. അവിടെ താഴേക്ക് വന്നിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. കർത്താവ് വന്നിട്ട്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വന്നിട്ട് നോക്കുകയാണ്, എവിടെയാണ് പാളിച്ച പറ്റിയിരിക്കുന്നത്, എവിടെയാണ് പ്രശ്നം ഉണ്ടായിരിക്കുന്നത്, എവിടെയാണ് പാഴായിരിക്കുന്നത്, എവിടെയാണ് ശൂന്യമായിരിക്കുന്നത്. ആൻഡ് ഹി ജസ്റ്റ് ഹാഡ് ആൻ ഓവർലുക്ക്. ജസ്റ്റ് എല്ലായിടം ഒന്ന് നോക്കി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒന്ന് നോക്കിയപ്പോൾ എവിടെ കണ്ടു? ആഴത്തിന്മീതെ അവൻ പ്രകാശമില്ലായ്മ കണ്ടു, ഇരുൾ കണ്ടു. ആഴത്തിന്മീതെ ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ദിസ് ഇസ് മൈ പ്ലേസ്. ഇതാണ് എന്റെ. കർത്താവ് അവിടെ മാറ്റിയത് നമ്മളൊക്കെയാണെന്ന് അറിയാമോ? നമ്മൾ ആ ശൂന്യമായ ഭാഗമാണെങ്കിൽ വെട്ടിമാറ്റും. അല്ലെങ്കിൽ നാച്ചുറലി ദാറ്റ് ഈസ് ദി ഓൺലി തിങ് വി ക്യാൻ ഡു. വേറെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഇല്ലേ? വി ആർ നോട്ട് ഗോഡ്. നമ്മൾ ദൈവമല്ല. അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റും. പക്ഷെ ഹി ഈസ് ഗോഡ്. ദ ഹോളി സ്പിരിറ്റ് ഈസ് ഗോഡ് ആൻഡ് ഹി കെയിം ഡൗൺ ആൻഡ് ഹി സോ ദി എർത്ത് വാസ് void and shapeless and he saw darkness upon the deep. ആഴത്തിന്മീതെ ഇരുൾ വ്യാപരിക്കുന്ന അവൻ കണ്ടു. നോക്കിയിട്ട് പറഞ്ഞു, ദിസ് ഇസ് മൈ പ്ലേസ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും എക്സാക്ട്ലി ദിസ് ഇസ് ഹാപ്പനിങ്. നമ്മുടെ ജീവിതത്തിൽ എവിടെ ഇരുൾ പാളിച്ച വരുത്തിയോ, എവിടെ ഇരുൾ കാർന്നു നിന്നോ, എവിടെ ഇരുൾ നമ്മളെ വോയിഡ് ആക്കിയോ, ഷേപ്പ്ലെസ് ആക്കിയോ, നമ്മുടെ രൂപത്തെ നശിപ്പിച്ചു കളഞ്ഞോ, എവിടെ ഇരുൾ നമ്മളെ കാർന്നു തിന്നോ, അവിടെ തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്ന് പ്രവർത്തിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ മോളിൽ അവൻ പരിവർത്തിക്കുകയാണ്. അതിന്റെ മോളിൽ. That is a great spiritual truth. I really praise God. Because നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളെ കണ്ണടയ്ക്കുന്നവനല്ല അവൻ. നമ്മുടെ ജീവിതത്തിലെ പാളിച്ചകളെ ഓർത്ത് നമ്മളെ ശിക്ഷിക്കാനായിട്ടാണ് അവൻ ഇറങ്ങി വന്നിരിക്കുന്നത്. എന്തിനാണ്? നമ്മൾ റീബിൽഡ് ചെയ്യാനാണ്, നമ്മൾ റീക്രിയേറ്റ് ചെയ്യാനാണ്, നമ്മൾ റെസ്റ്റോർ ചെയ്യാനാണ്. എവിടെ പിശാച് നമ്മളെ നശിപ്പിച്ചു കളഞ്ഞോ, എവിടെ പിശാച് നമ്മളെ ഷേപ്പ്ലെസ് ആക്കിയോ, എവിടെ പിശാച് നമ്മളെ ശൂന്യമാക്കിയോ, അതിന്റെ മേൽ പരിവർത്തനം ചെയ്യാനാണ് പരിശുദ്ധാത്മാവ് പറഞ്ഞത്. അപ്പോൾ ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഉൽപ്പത്തി ദിവസം 1-ാം അധ്യായത്തിൽ തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാമോ? The Holy Spirit restore. Our God is a creator God. He never sleeps. He is always active. And our God is a God who is very much concerned about his creation. And our God is a God who never abandoned. ഇതെല്ലാം ദൈവത്തിന്റെ പ്രത്യേകതകളാണ്. And finally, our God is a God of restoration. ദൈവം പുനർസൃഷ്ടി നടത്തുന്ന, റീക്രിയേഷൻ, പുനർസൃഷ്ടി നടത്തുന്ന, യഥാസ്ഥാനപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാനിന്ന് രാത്രി പറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ ആവസിച്ച് എവിടെ പിശാച് കാര്യങ്ങളെ അവതാളത്തിലാക്കിയോ, അതെന്തുമായിക്കോട്ടെ, എനി കൈൻഡ് ഓഫ് വി ഹാവ് ഫിസിക്കൽ പ്രോബ്ലം ആൻഡ് വി ഹാവ് സൈക്കോളജിക്കൽ പ്രോബ്ലം. നമുക്ക് ഇതൊന്നും ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിശാച് നമ്മളുടെ ജീവിതത്തിന്റെ എന്തെല്ലാം മണ്ഡലങ്ങളിൽ, അല്ലെ, ഇൻ ഫാമിലി ലൈഫ്, തിങ്ക് അബൌട്ട് ഇറ്റ്. ഇൻ ഫാമിലി ലൈഫ്, ആരാ ഫാമിലി ലൈഫിൽ പ്രശ്നം ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് ഡാർക്ക്നെസ്, ഇറ്റ് ഈസ് സൈറ്റൻ. അന്യോന്യമുള്ള സംശയങ്ങൾ, അന്യോന്യമുള്ള പ്രയാസങ്ങൾ, ചെറിയ ചെറിയ വാക്കുകളെ ചൊല്ലിയുള്ള വഴക്കുകൾ, കുറവുകൾ, അല്ലെ, കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിൽ, ഭാര്യാഭർത്താക്കന്മാരെ തമ്മിലുള്ള ബന്ധങ്ങളിൽ, ഓഫീസിലെ നമ്മുടെ ബന്ധങ്ങളിൽ, അയൽവക്കത്തെ ബന്ധങ്ങളിൽ, സഭയിലെ ബന്ധങ്ങളിൽ, എല്ലായിടത്തും ഇരുൾ വന്ന് വ്യാപരിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? ഇറ്റ് ഈസ് void and shapeless. മനുഷ്യന്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ ശൂന്യതയാണ്. ജസ്റ്റ് ലുക്ക് അറ്റ് പീപ്പിൾ. void, isn't it? People are not happy. Just look at the faces of the people. Look around you. Look around us. We suddenly see people എന്താണ്? void. മുഖത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ചിലപ്പോൾ പറയുന്നത് ചോരമയമില്ലാത്ത എന്നൊക്കെ നമ്മൾ പറയുന്നത്, അല്ലെ? ചോരമയമില്ലാത്ത, void and shapeless. ദൈവം നമ്മളെ സൃഷ്ടിച്ച ഷേപ്പിലൊന്നല്ല നമ്മളിരിക്കുന്നത്, ഷേപ്പ്ലെസ്. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് അതേ സ്ഥാനത്ത് തന്നെ ഇറങ്ങി വരും. അതേ സ്ഥാനം. നമ്മുടെ ഫാമിലി ലൈഫിലാണ് പ്രശ്നമെങ്കിൽ അവിടെ, നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളിലാണെങ്കിൽ അവിടെ, നമ്മുടെ ചർച്ചിലെ പ്രശ്നങ്ങളിലാണെങ്കിൽ അവിടെ. ദൈവത്തിന്റെ ആത്മാവ് ഒരിക്കലും ഒന്നും വിട്ടുകളയുന്നില്ല. അത് നന്നാക്കാനായിട്ടാണ് ഇറങ്ങി.
യുനോ അവൻ ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അവിടെ പറയുന്ന കാര്യം എന്നറിയാമോ? അവിടെ പറയുന്ന ഒന്നാമത്തെ കാര്യം, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ഹി വാസ് മൂവിങ് ഓവർ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് വളരെ പ്രസക്തമായ ഒരു വാക്കാണ്. വെരി ഇൻട്രസ്റ്റിംഗ്. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ ഈ കോഴിയൊക്കെ പൊരുന്നയിരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുണ്ട്, പൊരുന്നയിരിക്കുക. അല്ലെങ്കിൽ മുട്ടയുടെ മുകളിൽ കോഴി അടയിരിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് സെയിം വാക്കാണ് ബ്രൂഡിങ് ഓവർ. ആ ഒരു വാക്കാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മ പറയാണ്, സൃഷ്ടി ഇപ്പോൾ പാഴും ശൂന്യമായി തീർന്നു, അതുകൊണ്ട് ഐ എം ഗോയിങ് ടു റീക്രിയേറ്റ്. മുട്ടയുടെ മുകളിൽ കോഴി അടയിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ക്രിയേഷൻ നടക്കുകയാണ്. സോ ഗോഡ് സേസ് ഐ വോണ്ട് റീക്രിയേറ്റ് ഇറ്റ്. ദൈവം പലപ്പോഴും ചെയ്യുന്നതിന്റെ പ്രത്യേകത അറിയാം. ദൈവം ഇതൊന്നും ഷേപ്പ് വരുത്തുക മാത്രമല്ല ചെയ്യുന്നത്. എന്താണ്? ഇറ്റ് ആസ് ഇഫ് ന്യൂ. അല്ലേ? ദൈവം നമ്മൾക്ക് ഒരു രൂപാന്തരം വരുത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ? രൂപാന്തരം വരുത്തുന്നത് ഒരു പുതിയ സൃഷ്ടിയാക്കുകയാണ്. പുതിയ സൃഷ്ടി. മനുഷ്യനെ കുറിച്ച് അതാ പറയുന്നത്. ആദാമ്യ പാപങ്ങൾ കൊണ്ട് നഷ്ടപ്പെട്ട മനുഷ്യനെ കർത്താവ് എന്താക്കുന്നത്? എ ന്യൂ ക്രിയേഷൻ. ബിക്കോസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് റാഡിക്കൽ തിങ് ഇൻ ദ വേൾഡ്. എ ന്യൂ ബോൺ. ഒരു പുതിയ സൃഷ്ടിയോളം റാഡിക്കൽ ആയിട്ടുള്ള ഒന്നും ലോകത്തിൽ ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയുടെ പ്രത്യേകത ഇതാണ്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്ന് പൊരുന്നയിരുന്ന് അവൻ എന്ത് ചെയ്യാണ്? നമ്മളെ റീക്രിയേറ്റ് ചെയ്യാണ്. അവൻ ആദ്യം പറയുന്നത് വെളിച്ചം, ലെറ്റ് ദെയർ ബി ലൈറ്റ്, വെളിച്ചം ഉണ്ടാകട്ടെ. കാര്യം അവൻ പറയാണ്, ഐ നോ വാട്ട് ഈസ് ദ പ്രോബ്ലം, ഇറ്റ് ഈസ് ഡാർക്ക്നെസ്. എനിക്കറിയാം. ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഐ നോ വാട്ട് ഈസ് ദ പ്രോബ്ലം, വാട്ട് മെയ്ഡ് ദിസ് തിങ്, ദ തിങ്സ് ദാറ്റ് ഐ മെയ്ഡ്, ഐ നോ വാട്ട് മെയ്ഡ് ഇറ്റ് വൈഡ്, ഇറ്റ് ഈസ് ഡാർക്ക്. സോ ലെറ്റ് ദെയർ ബി ലൈറ്റ്. നമുക്ക് എന്ത് ക്ലിയർ ആയിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. എനിക്കറിയാം എന്താണ് ഇതിനെ നശിപ്പിച്ചതെന്ന്. അത് അന്ധകാരമാണ്. അതുകൊണ്ട് ആ അന്ധകാരം മാറിപ്പോകട്ടെ. അന്ധകാരം മാറിപ്പോകാൻ എന്ത് വേണം? വെളിച്ചം വരണം. സോ ലെറ്റ് ദെയർ ബി ലൈറ്റ്, ആൻഡ് ദെയർ വാസ് ലൈറ്റ്. ആൻഡ് ദെൻ വി സീ ക്രിയേഷൻ. ഇല്ലേ? അപ്പോൾ ആ ലൈറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് നടക്കും? നാച്ചുറലി ക്രിയേഷൻ നടക്കും. ആ ലൈറ്റ് വന്നില്ലായിരുന്നെങ്കിൽ, ആദ്യത്തെ സൃഷ്ടി വെളിച്ചമല്ലെങ്കിൽ മറ്റൊന്നും നടക്കത്തില്ലായിരുന്നു. ഇല്ലേ? വെളിച്ചം എന്ത് ചെയ്യുന്നു? ജീവനായിത്തീരുന്നു. വെളിച്ചം ജീവനായിത്തീരുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-9 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഇന്നും വോയിഡ് ആൻഡ് ഷേപ്പ്ലെസ് ആയിട്ടുള്ള രൂപരഹിതമായ അവസ്ഥകളിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് എന്താണെന്നറിയാമോ? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് കൊണ്ടുവരുന്നത് അന്ധകാരപൂർണമായ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു സത്യവെളിച്ചം. എന്തിനു വേണ്ടി? ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ആ വെളിച്ചം മനുഷ്യന്റെ ജീവനായിരുന്നു. ജീവൻ. ഇറ്റ് ഗിവ്സ് യു ലൈഫ്. ഇറ്റ് ഇസ് നോട്ട് ലെറ്റർ. അതുകൊണ്ട് ഞാൻ വാസ്തവത്തിൽ പറയുന്നത്, ഈ ബൈബിൾ ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് നോട്ട് ബി ഇത് അക്ഷരമായിട്ടല്ല നമ്മിലേക്ക് വരേണ്ടത്. ഇത് ജീവനായിട്ട് വരണം. ആത്മാവ് നമ്മിലേക്ക് വരുന്നത് അക്ഷരമായിട്ടല്ല. ആത്മാവ് നമ്മിലേക്ക് വരുന്നത് ജീവനായിട്ടാണ്. വെളിച്ചം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ക്രിയേഷൻ നടക്കുകയാണ്. The first 3 days were days of separation, and the second 3 days were days of population, and the final day was day of celebration. Hallelujah. വെളിച്ചം ഇങ്ങോട്ട് വന്നു, എല്ലാത്തിനെയും വേർതിരിക്കേണ്ടതിനെല്ലാം വേർതിരിച്ചു. ആൻഡ് പോപ്പുലേഷൻ, സൃഷ്ടിക്കപ്പെടേണ്ട എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിക്കുന്നു. ആൻഡ് ഫൈനൽ ഡേ വാസ് ഡേ ഓഫ് സെലിബ്രേഷൻ. ദൈവം എല്ലാം നോക്കി നല്ലത് എന്ന് കണ്ടു. ഇരുൾ ശൂന്യമാക്കി തീർത്ത, ഇരുൾ നഷ്ടപ്പെടുത്തി കളഞ്ഞ എല്ലാത്തിനെയും ദൈവം റീക്രിയേറ്റ് ചെയ്യുന്നത് നമ്മൾ കാണും. റീക്രിയേറ്റ് ചെയ്യുക. And God just looked at everything and he said, yeah, it's good. I love it. എനിക്കത് ഇഷ്ടപ്പെടുന്നു. I love it. It is good. കൊള്ളാം. നല്ലതായിരിക്കുന്നു. എന്നാല് നമ്മുടെ ഈ ലോകത്തെ നോക്കിയിട്ട് ഇന്നിപ്പോ അങ്ങനെ പറയാൻ പറ്റാത്തൊരു സ്റ്റേജാണ്. Isn't it? നമ്മുടെ ലോകത്തെ നോക്കിയിട്ട് can we say that it is all good? No. It is not good. Again it became void and shapeless. It is shapeless. മനുഷ്യനെ നോക്കിക്കഴിഞ്ഞാല് രൂപരഹിതരായ ആളുകൾ, ശൂന്യമായ മുഖം, ബ്രോക്കൺ ഫാമിലീസ്, ആൻഡ് വീടുകൾ മാത്രമല്ല, ഗ്രാമങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അന്യോന്യം വഴക്കടിക്കുന്ന ഗ്രാമങ്ങൾ, യുദ്ധം ചെയ്യുന്ന രാഷ്ട്രങ്ങൾ, എവിടെ നോക്കിക്കഴിഞ്ഞാലും ശൂന്യതയാണ്. കാരണം എന്താ? വീണ്ടും ഇരുൾ പ്രവേശിച്ചു. ഇതെല്ലാം നഷ്ടപ്പെടുത്തിയത് ആരാണ്? ഇരുളാണ്. ഇപ്പൊ ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതൊരു ചോദ്യമാണ്. ഇപ്പൊ ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു അറിയണമെങ്കിൽ നേരത്തെ ദൈവം എന്ത് ചെയ്ത് നോക്കിയാൽ മതി. കാര്യം അവൻ അത് തന്നെ ആയിരിക്കും എപ്പോഴും ചെയ്യുന്നത്. ഹി ഈസ് ഡൂയിങ് ദ സെയിം, ബിക്കോസ് ഹി ഈസ് ദ സെയിം യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ഫോർ എവർ. അവൻ ഇന്നലെ ഇന്നും എന്നേക്കും ഒന്നുപോലെയാണ്. ഈസ് ദ സെയിം. അതുകൊണ്ട് ഇന്നലെ ചെയ്ത പ്രവൃത്തി തന്നെ ആയിരിക്കും അവൻ ഇന്നും ചെയ്യുന്നത്. ആദ്യത്തെ സൃഷ്ടിയെ പിശാച് ഇരുൾ പാഴും ശൂന്യമാക്കി തീർത്തപ്പോൾ ദൈവം അതിനെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. ദൈവം അതിനെ റീക്രിയേറ്റ് ചെയ്തു. എന്നതുപോലെ ഇന്നും പിശാച് ശൂന്യമാക്കിയ ജീവിതങ്ങളെയും പ്രവൃത്തികളെയും ഭൂമിയെയും ദൈവം ഉപേക്ഷിച്ച് കളയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല.
ആൻഡ് ഹീസ് ഡൂയിങ് ദ സെയിം. അവൻ അന്ന് ദൈവത്തിന്റെ ആത്മാവ് വന്ന് ആ ആഴത്തിന്മീതെ പൊരുന്നിരുന്നത് പോലെ ഇന്നും ഈ ലോകത്തിന്റെ വ്യവസ്ഥിതിക്ക് മേൽ, ഈ ലോകത്തിന്റെ എല്ലാ നാശങ്ങളുടെയും മേൽ, ലോകത്തിന്റെ വേണ്ട നമ്മുടെ തന്നെ എല്ലാ ഇരുളിന്റെയും മേൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും പൊരുന്നിരിക്കുകയാണ്. ആൻഡ് സർട്ടൻലി ക്രിയേഷൻ വിൽ ഹാപ്പൻ. അതാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം 21 അധ്യായത്തിൽ കാണുന്നത്. വെളിപ്പാട് പുസ്തകം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. 1 വാക്യത്തിൽ നമ്മളവിടെ കാണുന്നത്, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. പഴയത് 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനി നമുക്ക് ഇന്ന് അറിയാൻ കഴിയുന്നില്ലെങ്കിലും ദൈവം പരിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർക്ക് അറിയത്തില്ല. കാരണം ഒരു കോഴി ഒരു വീടിന്റെ മൂലയ്ക്ക് അടയിരിക്കുകയാണെങ്കിൽ നമ്മൾ ചിന്തിക്കുക, ആൾക്കാർ കാണുന്നുള്ള ഈ കോഴി എന്തുകൊടുത്തിരിക്കുക, വെറുതെ ഇരിക്കുകയാണെന്ന് ചിന്തിക്കല്ലേ. ബട്ട് അതിന്റെ കീഴിലിരിക്കുന്ന മുട്ടയ്ക്ക് എന്തറിയാം? സംതിങ് ഈസ് ഹാപ്പനിങ്, സംതിങ് ഈസ് കമ്മിങ് അപ്പ്. എന്റെ ഉള്ളിൽ ഒരു ജീവൻ തുടിക്കുന്നുണ്ട്, സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലേ? അതിന്റെ മുട്ടയ്ക്ക് അറിയാം, അതിന്റെ കീഴിലിരിക്കുന്ന മുട്ടയ്ക്ക് അറിയാം. ഇതുപോലെ ദൈവം ഇന്ന് എന്തോ ചെയ്തിരിക്കുകയാണെന്നുള്ള നോർമലി മനുഷ്യന്റെ ചോദ്യം അല്ലേ? നോർമൽ മനുഷ്യൻ എല്ലാവരും ചോദിക്കുന്നതാണ്, വാട്ട് ഗോഡ് ഈസ് ഡൂയിങ്? ഇവിടെ യുദ്ധം നടക്കുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ക്ഷാമം ഉണ്ടാകുന്നു, കള്ളത്തരങ്ങള്, അല്ലെങ്കിൽ എന്തോ ലോകത്തിന് യാതൊരു പ്രതീക്ഷയില്ലാത്ത രീതിയിൽ എല്ലാ രീതിയിലും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. സുനാമി ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, യുദ്ധം ഉണ്ടാകുന്നു, ഗറില്ലാസിന്റെ പ്രവർത്തനങ്ങളെ, മാവോയിസ്റ്റ് ആക്രമണം, മറിച്ച് നമ്മൾ കാണുന്ന എല്ലാ, എവിടെ നോക്കിക്കഴിഞ്ഞാലും വി ഹാവ് നോ ന്യൂസ് ദാറ്റ് gives us some kind of hope. Everything is, terror-ആണ് നമുക്ക് തരുന്നത്. And what God is doing, normally people ask. പക്ഷെ God is doing something. അതറിയണമെങ്കിൽ അവന്റെ ചിറകിൻ കീഴിൽ കയറിയിരിക്കുന്ന വ്യക്തികൾക്കേ അറിയാൻ പറ്റുള്ളൂ എന്താ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. അവന്റെ കീഴിലിരിക്കുന്ന മുട്ടയ്ക്കറിയാം, ക്രിയേഷൻ ഈസ് ഗോയിങ് ടു ഹാപ്പൻ. ഒരാകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടുവാൻ പോകുകയാണ്. അവിടത്തേക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ അവന്റെ കീഴിൽ കയറിയിരിക്കുന്ന മുട്ടയ്ക്ക് മാത്രമേ ഉള്ളൂ, പുറത്തുള്ളവർക്കില്ല. ഇടയ്ക്കിടയ്ക്ക് കയറിയിരുന്നാലും പറ്റത്തില്ല. വെള്ളിയാഴ്ച കയറിയിരുന്നു കഴിഞ്ഞാൽ നടക്കത്തില്ല. യു ഹാവ് ടു പേഷ്യന്റ്ലി വെയിറ്റ് അണ്ടർ ദ വിങ്സ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ആ ചിറകടിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പേഷ്യൻസോടുകൂടെ വെയിറ്റ് ചെയ്യണം. ആൻഡ് ക്രിയേഷൻ വിൽ ഹാപ്പൻ. അവിടെ എഴുതിയിരിക്കുന്ന അടുത്ത വാചകം എന്നറിയാമോ? സമുദ്രവും ഇനി ഇല്ല. വാട്ട് ഡസ് ഇറ്റ് മീൻ? എന്താ അതിന്റെ അർത്ഥം? ഇനി ഇരുളിന് പ്രവേശിക്കാനുള്ള അവകാശമില്ലെന്നാണ്. അത് തിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ലാതെ സമുദ്രം ഉണ്ടാകാതിരിക്കാനുള്ള കെമിസ്ട്രി ഒന്നും അതിനെ തിരക്കേണ്ട കാര്യമൊന്നുമില്ല. ഇറ്റ് സേസ് പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും എന്തില്ല? സമുദ്രമില്ല. ആ പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഇരുളിന് പ്രവേശിക്കാൻ കഴിയത്തില്ല. അതൊരു പെർഫെക്റ്റ് വേൾഡ് ആയിരിക്കും. അവിടെ പിന്നെ ഒന്നും വോയിഡ് ആകുന്ന പ്രശ്നമില്ല, ഒന്നും ഷേപ്പ്ലെസ് ആകുന്ന പ്രശ്നമില്ല. ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരുടെ നായകനായി, അവരുടെ നാഥനായി അവരോടൊപ്പം വാസം ചെയ്യുന്ന ഒരവസ്ഥയാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. നമുക്ക് നമ്മുടെ കണ്ണുകളെ ഒരു നിമിഷം അടയ്ക്കാം. ഹല്ലേലൂയ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ സന്നിധിയിൽ കർത്താവിന് നമ്മളോട് കരുണ തോന്നേണ്ടതിന്, ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന വചനം അക്ഷരമായി നശിച്ചു പോകുവാനല്ല, ഈ കേൾക്കുന്ന വചനം ജീവനായി നമ്മുടെ ജീവിതത്തെ പരിണമിപ്പിക്കേണ്ടതിന്. ഹല്ലേലൂയ. പിശാച് ഷേപ്പ്ലെസ് ആക്കി നമ്മുടെ ജീവിതത്തെ, അവൻ ശൂന്യമാക്കി കളഞ്ഞ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളില് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് നമ്മളെ പരിവർത്തിക്കുന്ന, നമ്മുടെ മേൽ പരിവർത്തിച്ച് നമ്മളെ റീക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയ്ക്ക് വേണ്ടി നമ്മൾ ഓരോരുത്തരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവിനോട് പറ, കർത്താവേ, ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നു കർത്താവേ, മറ്റൊന്നുമല്ല, നിന്റെ ആത്മാവിനെ കുറിച്ച് കുറെ കാര്യങ്ങളോടൊന്ന് പഠിക്കാന്ന് മാത്രമല്ല, നിന്റെ ആത്മാവ് എന്നിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ ജീവിതത്തിൽ പല ഷേപ്പ്ലെസ്നെസ് ഉണ്ട് കർത്താവേ, എന്റെ ജീവിതത്തിൽ പല അന്ധകാരം പ്രവർത്തിച്ചിട്ട് ഞാൻ പലപ്പോഴും വോയിഡ് ആയിട്ടുണ്ട്, ശൂന്യമായി പോയിട്ടുണ്ട്. ആ സ്ഥലങ്ങളിലേക്ക് തന്നെ നീ ഇറങ്ങി വന്നൊന്ന് ആവസിക്കണം കർത്താവേ. നീ ഒന്ന് ഇറങ്ങി വന്നിട്ട് എന്റെ മുകളിൽ ഒന്ന് ആവസിക്കണം. അതുകൊണ്ട് സീ ദാറ്റ് യു ആർ ജസ്റ്റ് ലോർഡ് കമ്മിങ് ആൻഡ് മൂവിങ് ഓവർ മീ. കർത്താവെ, എന്റെ മുകളിൽ നീ കയറിയിരിക്കുന്നത്, എന്റെ ചില മണ്ഡലങ്ങളിലൊക്കെ ഇപ്പൊ ശരിക്കും കർത്താവെ അത് അന്ധകാരം മൂടിക്കിടക്കുക. അവിടെ എല്ലാം നിന്റെ ആത്മാവൊന്ന് ഇറങ്ങി വന്നിട്ട് എന്നെ ആകെ ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നമുക്കൊന്ന് പ്രാർത്ഥിക്കുക. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കുക, ഇതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളെല്ലാം മറക്കുക. ഇന്നിപ്പോ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം, നമ്മുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്താൻ അവൻ ആഗ്രഹിക്കുന്നുള്ളതാണ്.
നമ്മുടെ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളോട് പറഞ്ഞു കാണും ഇനി രക്ഷപ്പെടത്തില്ല എന്ന് പറഞ്ഞു കാണും. നമ്മൾ തന്നെ നമ്മളോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു നമ്മൾ രക്ഷപ്പെടത്തില്ലെന്ന്, ഇല്ലേ? നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. വി ജസ്റ്റ് ലുക്ക്ഡ് അറ്റ് us and we lost all our hope. നമ്മുടെ പ്രതീക്ഷ മുഴുവൻ നമുക്ക് തന്നെ നഷ്ടപ്പെട്ടില്ല. എത്രയോ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നോ, ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല, എനിക്ക് നിന്റെ മേൽ ആഗ്രഹമുണ്ട്. ഞാൻ നിന്നെ കളഞ്ഞേച്ച് വേറൊരാളെ സൃഷ്ടിക്കുകയല്ല, നിന്നെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്റെ ഏതെങ്കിലും അവസ്ഥകളിൽ പിശാച് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ വെറുതെ കണ്ണടച്ച് കളയാനല്ല, ഞാൻ അതിന്റെ മേൽ റീക്രിയേറ്റ് ചെയ്യാൻ, അതിനെ ഒരു ന്യൂ ക്രിയേഷൻ ആക്കാൻ, ഹല്ലേലൂയ, അതിനെ ഒന്നുകൂടെ തൊട്ട് തൊടിച്ചു വിടാൻ വേണ്ടിയല്ല, അതിന്റെ എല്ലാ കുറവുകളുടെ മുകളിലൊന്ന് വെള്ളപൂശി വിടാൻ വേണ്ടിയല്ല. കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മളുടെ ഏതൊക്കെ മണ്ഡലങ്ങളിൽ നമുക്ക് പാളിച്ചകൾ പറ്റിയോ അതിനെയൊക്കെ റീക്രിയേറ്റ് ചെയ്യാനാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ രാത്രിയിൽ ഞാൻ പ്രിയമുള്ളവരെ നിങ്ങളോട് ചോദിക്കട്ടെ, എത്ര പേര് കർത്താവിനോട് പറയും, കർത്താവെ എന്നെ നീ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം. കർത്താവെ എന്റെ അന്ധകാരത്തിന്റെ പല സമയങ്ങളിൽ കർത്താവെ ഞാൻ ഉദ്ദേശിക്കാത്ത നിലയിൽ എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ വന്നു പോയിട്ടുണ്ട്. എന്റെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്റെ ഓഫീസ് ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എന്റെ ഫിസിക്കലായിട്ട് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എനിക്ക് എന്റെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ എന്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെയല്ല കർത്താവെ, പല സമയത്തും എന്റെ ആത്മീയ ജീവിതത്തിൽ പല പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവെ, എനിക്ക് തന്നെ പലപ്പോഴും എന്റെ ഹോപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഈ രാത്രിയിൽ നിന്റെ ആത്മാവ് ഒന്ന് ഇറങ്ങി വന്ന് എന്റെ മേൽ പരിവർത്തിക്കണമേ കർത്താവെ. എത്ര പേര് അങ്ങനെ പറയും? അങ്ങനെ പറയുന്നവരുണ്ട്. കരങ്ങളെ ഉയർത്തി കർത്താവിനോട് പറയും, കർത്താവെ നിന്റെ ആത്മാവ് ഒന്ന് ഇറങ്ങി വന്ന് എന്റെ മേലൊന്ന് പരിവർത്തിക്കണമേ. ഐ വോണ്ട് ടു സീ ദാറ്റ് ലോർഡ് യു ആർ മൂവിംഗ് ഓവർ മീ. കർത്താവെ, പിശാച് ഷേപ്പ്ലെസ് ആക്കിയ എന്റെ ജീവിതത്തിന്റെ മേല്, എന്റെ കുടുംബജീവിതത്തിന്റെ മേല്, എന്റെ ഓഫീസ് ജീവിതത്തിന്റെ മേല്, എന്റെ ജീവിതത്തിന്റെ പല മണ്ഡലങ്ങളിലും പിശാച് കർത്താവെ പല കാര്യങ്ങളും അത് ശൂന്യമാക്കി കളഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പെറുക്കിക്കളഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും അവൻ നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളുടെയും രൂപം ഇപ്പോൾ രൂപരഹിതമായി തീർന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രിയിൽ കർത്താവെ നിന്റെ ആത്മാവ് ഇറങ്ങി വന്നിട്ട് എന്റെ ആ മണ്ഡലങ്ങളിൽ മേല്, ഏതൊക്കെ സ്ഥാനങ്ങളിൽ കർത്താവെ നീ കർത്താവെ പിശാച് എന്റെ മേൽ പ്രവർത്തിച്ചു, അതേ സ്ഥലത്ത് തന്നെ നീ ഒന്ന് വന്ന് ഇരുന്ന് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണമേ കർത്താവെ. ഹല്ലേലൂയ. ഒരു പുതിയ അനുഭവം എനിക്ക് നൽകണമേ കർത്താവേ, ഒരു പുതിയ ജീവൻ നൽകണമേ കർത്താവേ. അതിനെ ഒന്ന് ഉരുട്ടിപ്പരത്തിവിടാൻ വേണ്ടി അല്ല ഞാൻ ആഗ്രഹിക്കുന്നത് കർത്താവേ. ഒരു ന്യൂ ക്രിയേഷൻ, വീണ്ടും എന്നെ നോക്കിയിട്ട് നീ നല്ലത് എന്ന് പറയുന്നത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവേ. ഇന്നിപ്പോ എന്നെ നോക്കിയാൽ പല കാര്യങ്ങളും നല്ലതല്ലാത്തതിലുണ്ട് കർത്താവേ. എന്നാൽ കർത്താവേ, ഇന്ന് രാത്രി നീ ഒന്ന് ഇറങ്ങി വന്നിട്ട് കർത്താവേ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തിയിട്ട് കർത്താവെ എന്റെ മേലൊന്ന് പരിവർത്തിച്ചിട്ട് ഒരു പുതിയ സൃഷ്ടി നടത്തിയിട്ട് നിന്റെ മനസ്സ് കുളിർക്കെ നീ നല്ലതെന്ന് എന്നെ നോക്കി പറയുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. അവിടുത്തെ എല്ലാ കൃപകൾക്കായി ഞാൻ അങ്ങേ വാഴ്ത്തുന്നു.